ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികളൊന്ന് നോക്കാം. പഞ്ചവത്സര പദ്ധതികൾക്ക് ഇന്ത്യ മാതൃകയാക്കിയിരിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാലും, പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാലും മുൻ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ എന്നാണ് ആൻസർ. ലോകത്തിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ഭരണാധികാരി ജോസഫ് സ്റ്റാലിനാണ് 1928. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച പ്രധാനമന്ത്രിയാരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണത്. 1, 2, 3 പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് നെഹ്റുവിൻ്റെ കാലത്ത് തന്നെയാണ്. പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷനായിരുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി വരുന്നത് 1951 മുതൽ 56 വരെയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച തീയതി ചോദിക്കുകയാണെങ്കിൽ 1951 ഏപ്രിൽ 1. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി ചോദിച്ചാൽ ഡോക്ടർ KN രാജാണ്. അദ്ദേഹം തന്നെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖലകൾ ചോദിക്കുകയാണെങ്കിൽ കൃഷിയും ജലസേചനവുമാണ്. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നതും അതുകൊണ്ട് തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിക്കപ്പെട്ട ജലസേചന പദ്ധതികളാണ് ഭക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി. സാമൂഹിക വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയും ഒന്നാം പഞ്ചവത്സര പദ്ധതി തന്നെയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ആരംഭിച്ചവയാണ് ദേശീയ വികസന സമിതി 1952, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1952 ഒക്ടോബർ 2, കുടുംബാസൂത്രണ പദ്ധതി 1952, UGC 1953. ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഡിസംബർ 28. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1% കൈവരിച്ച വളർച്ചാ നിരക്ക് 3.6%. അതുകൊണ്ട് തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒരു വിജയമായിരുന്നു. പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊന്ന് റീകോൾ ചെയ്ത് നോക്കണേ. പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ഭരണാധികാരി ജോസഫ് സ്റ്റാലിനാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി 51-56. നിലവിൽ വന്ന തീയതി ഏപ്രിൽ 1. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് ഡോക്ടർ KN രാജാണ്. അദ്ദേഹം തന്നെയാണ് ആമുഖം എഴുതി തയ്യാറാക്കിയതും. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് കൃഷിക്കും ജലസേചനത്തിനുമാണ്. അതുകൊണ്ട് തന്നെ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിക്കപ്പെട്ട ജലസേചന പദ്ധതികളാണ് ഭക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി. കൃഷി ചെയ്യണം എന്നുണ്ടെങ്കിൽ വെള്ളം വേണം. അതുകൊണ്ടാണ് ഈ പഞ്ചവത്സര പദ്ധതി കാലത്ത് ഡാമുകൾ പണി കഴിപ്പിച്ചത്. സാമൂഹിക വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതും ഇതേ സമയത്താണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ആരംഭിച്ചത് ദേശീയ വികസന സമിതി, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, കുടുംബാസൂത്രണ പദ്ധതി, UGC. ഇതിൻ്റെയൊക്കെ വർഷങ്ങളും കൂടി ഒന്ന് നോക്കിയേക്കണം. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് 2.1% കൈവരിച്ചത് 3.6% നിരക്കാണ്.